നമസ്കാരം. കേരളത്തിന്റെ ചിരകാല സ്വപ്നമാണ് ഒരു എയിംസ്. വർഷങ്ങളായി പല വേദികളിലും പലരും ആവർത്തിച്ച് പറഞ്ഞിട്ടും എവിടെ എത്തി കാര്യങ്ങൾ എന്നറിയാതെ മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അതിനെല്ലാം കൃത്യമായ ഒരു ഉത്തരം നൽകിയാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളും ഇങ്ങനെയാണ്. കേന്ദ്ര ബജറ്റിനെതിരെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ വിമർശനങ്ങളെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്തെ എല്ലാ ജില്ലകളിലും മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘവീക്ഷണത്തോടെയാണ് 2026-27 ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും 2047 രാജ്യം എങ്ങനെയാകണം എന്നതാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. എയിംസ് വിഷയത്തിൽ കേരളം എന്തു ചെയ്തെന്ന് പറയണം. ഇലക്ഷൻ ഒന്ന് മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയരുന്നതെല്ലാം കെട്ടടങ്ങും. ഭാരത സർക്കാരിന്റെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ നടക്കുന്നു. ബജറ്റിന്റെ ഇമ്പാക്ട് കെടുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കെതിരെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നു. അതിനാലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകുന്നത്. 21ാം നൂറ്റാണ്ടിലെ രണ്ടാമത്തെ ക്വാർട്ടറിലെ ആദ്യ ബജറ്റാണിത്. രാജ്യത്തിന്റെ അവകാശികൾക്കായുള്ള ജീവിതരേഖ ഈ ബജറ്റിൽ ഉൾപ്പെടുന്നു. വികസിത് ഭാരത് എന്ന് പ്രധാനമന്ത്രി ഇതിനെ വിഭാവനം ചെയ്യുന്നു. 2047 വരെയുള്ള ദീർഘദൃഷ്ടി, ആരോഗ്യം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി വിവിധ പ്രായത്തിലുള്ളവർക്ക് ഉപകാരപ്രദമാർന്ന രീതിയിൽ ബജറ്റ് വിലയിരുത്തുന്നു. സുരേഷ് ഗോപി പറഞ്ഞു. ബജറ്റിൽ എയിംസ് എവിടെയെന്ന ചോദ്യത്തിന് 2016 പ്രഖ്യാപിച്ചല്ലോ എന്നും സുരേഷ് ഗോപി മറുപടി നൽകി. ആലപ്പുഴയിൽ എയിംസ് വരണമെന്നത് തന്റെ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ സ്ഥലം തരില്ലെങ്കിൽ തൃശൂരിൽ അത് നേടിയെടുക്കണം. കേരളത്തിൽ എയിംസ് വരുമെന്നും വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു. ഇനിയും സമയമുണ്ട്, സ്ഥലമെടുത്തു തന്നാൽ വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം മറ്റേ മോൻ വിളിയിലും അദ്ദേഹം വിശദീകരണം നൽകി. നിങ്ങൾ വ്യാഖ്യാനിച്ചതല്ല താൻ ഉദ്ദേശിച്ചതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഉദ്ദേശിച്ചത് മറ്റേ മകൻ എന്നായിരുന്നു. ആ സമയത്ത് വിമർശനം ഉന്നയിച്ച ആളുടെ പേര് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അതിന് മറ്റർത്ഥങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സത്യം പറയുകയാണ്, നെഞ്ചത്ത് കൈവച്ച്. നിങ്ങൾ വ്യാഖ്യാനിച്ച അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അന്നേരം അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയാൻ തോന്നിയില്ല. മറ്റേ ഇത് പറഞ്ഞ മോനില്ലേ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ അമ്മ സത്യം. നിങ്ങളെല്ലാം വ്യാഖ്യാനിച്ച് അത് എങ്ങനെയാക്കി എടുക്കണം. ഇലക്ഷൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്കങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ എനിക്കതിൽ പരിതപിക്കാൻ സാധിക്കില്ല. പുച്ഛത്തോടെ തള്ളുന്നു എന്നൊന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ അവകാശം, സുരേഷ് ഗോപി പറഞ്ഞു.